ഹലോ. അപ്പം ഇന്ന് ഓശാനായിട്ട് നമുക്ക് കോഴിക്കോട്ട് ഉണ്ടാക്കിയെങ്കിലാ. അപ്പം സാധാരണ നമ്മൾ തലേദിവസമാണ് ഉണ്ടാക്കാറ്, ശനിയാഴ്ചയാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഇന്നലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കാം, ബാ. ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്തേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ശർക്കര കട്ടയൊക്കെ കിടക്കണേയുള്ള, അപ്പോൾ അതൊന്ന് അലിഞ്ഞ് ഉരുക്കി വരണമല്ലോ. അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ച് ചാറൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അതിനകത്ത് മണ്ണും കരടൊക്കെ ഉണ്ടെങ്കിൽ തൂക്കിയിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് വീണ്ടും അടുപ്പത്തേക്ക് വെച്ച് ഒന്നും കൂടി ഒന്ന് വെള്ളം വറ്റിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇത്തിരിയും കൂടി വറ്റിച്ചെടുക്കണം. വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് തയ്യാറാക്കണേണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണേന്. ഇതിപ്പോൾ നന്നായിട്ട് അത് വരട്ടിയെടുക്കണേന്. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ല വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട്. നല്ല തിളച്ച വെള്ളത്തിൽ വേണമല്ലോ ഇത് നനച്ചെടുക്കാനായിട്ട്. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി നനയ്ക്കാം. അപ്പോൾ ഞാൻ പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത പൊടിയാണ് എടുത്തേക്കണത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചങ്ങോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ലല്ലോ ഉണ്ടാക്കിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത്. പാകത്തിനനുസരിച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം പാകത്തിനായി തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്നും കൂടിയൊക്കെ ഒന്നും കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്കിനി ഓരോന്നായിട്ട് പിടിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കരയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രമൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഇത് കോഴിക്കോട്ട് ഓരോന്നെടുത്ത് അതിനകത്ത് വെച്ച് അടച്ചു. ഇനി നന്നായിട്ട് വേവട്ടെ അവിടെ ഇരുന്ന്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കുറേ നേരം എല്ലാം വെച്ചേക്കണത് ഇപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല രസമുണ്ട്, നല്ല മധുരമുണ്ട്. അപ്പം എല്ലാവരും കോഴിക്കോട്ട് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.